ജീവൻ പൊതുവേ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് കൂടുതൽ ഈ ഡിസൈനേഴ്സിന് റിലേറ്റ് ചെയ്യാനായിട്ട് കഴിയും. അതായത് വളരെ എഫേർട്ട് എടുത്ത് കഷ്ടപ്പെട്ട് ഒരുപാട് റിസർച്ച് ചെയ്തിട്ടായിരിക്കും ലോഗോസ് ഉണ്ടാക്കുന്നത്. കാരണം അതിലൊരു നല്ലൊരു കോൺസെപ്റ്റ് ഉണ്ടാക്കി ഒരു സ്റ്റോറി ലൈൻ ഉണ്ടാക്കിയിട്ടൊക്കെയാണ് ലോഗോസ് ഉണ്ടാക്കുന്നത്. അങ്ങനെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് ക്ലയൻറ്റിനോട് കാണിക്കുന്ന സമയത്ത് ക്ലയൻറ്റ് പെട്ടെന്നത് നോക്കിയതും ഇത് വേണ്ട നമുക്കൊന്നുകൂടി വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്തോടെ എന്ന് പറഞ്ഞിട്ട് അവസാനം ഇത് പണിയെടുത്ത് അവസാനം ഒന്നും ഉണ്ടാവില്ല, എന്തെങ്കിലും ഒരു സാധാരണ ഒരു ലോഗോ ക്ലീഷേ ലോഗോയിലേക്ക് എത്താറുണ്ട്. ചില സമയത്ത് ഏറ്റവും ആദ്യത്തെ മതിയെന്ന് അവസാനം പറയും ചെയ്യും. അതൊരു 10 ലോഗോസ് ഉണ്ടാക്കിയിട്ട് ആദ്യത്തെ മതി എന്ന് പറയുന്നുണ്ട്. അപ്പം ഇത്തരത്തിലെ ലോഗോസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ആസ് എ കൺസൾട്ടൻറ്റ് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം കൂടിയാണത്. കൺസൾട്ടൻസിയെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ആൾക്കാരെ അപ്രോച്ച് ചെയ്യുന്നത് നമ്മുടെ അഭിപ്രായം വെച്ചുകൊണ്ട് അവർക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഓൾസോ അവർക്ക് ലോഗോ ഡിസൈനിങ് അതിൻ്റെ ബ്രാൻഡ് ഡിസൈനിങ് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈവൻ നമ്മൾ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാലും അവസാനം കറങ്ങി തിരിഞ്ഞ് അവരുടെ മനസ്സിലൊരു സംഭവം ഉണ്ടാവും, അതിലേക്ക് അവർ എത്തിക്കാനായിട്ട് നോക്കും. സാധാരണ ഡിസൈനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ പറയേണ്ട ആവശ്യം വരുന്നില്ല, കാരണം അവർ ഇതിൻ്റെ അപ്പുറത്തായിരിക്കും ഫേസ് ചെയ്യുന്നത്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പല വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഈ ഡിസൈനേഴ്സ് വന്നിട്ട് കമൻറ്റ് ചെയ്യാറുണ്ട് അവരുടെ അനുഭവങ്ങൾ. കാരണം അവരുടെ ഒരു കഴിവ് പുറത്തെടുക്കാൻ കഴിയുന്നില്ല. ഓൾറെഡി കണ്ടിട്ടുള്ള ലോഗോസ് വീണ്ടും വീണ്ടും ചെയ്യുക അല്ലാതെ, കാരണം ഈ ക്ലയൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് മതി, അതിനപ്പുറത്തേക്ക് ഒരു ഇന്നോവേറ്റീവ് സംഭവം വേണ്ട എന്നുള്ളൊരു ലെവലിലാണ്. കാരണം ക്ലയൻറ്റിന് ഇൻ കേസ് ഈ ഇലുസ്ട്രേറ്ററും അങ്ങനെയുള്ള സോഫ്റ്റ്വെയർസ് അറിയുന്നുണ്ടെങ്കിൽ ആളിതിനെ സ്വന്തമായിട്ട് ചെയ്യും. ഇതറിയാത്തത് കൊണ്ട് ഇവരെ ഹയർ ചെയ്യുന്നത് മാത്രം. അതാണ് ലോഗോൻ്റെ കഥ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. പക്ഷേ ചില ക്ലയൻറ്റ്സ് പറയാറ് നമുക്ക് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ലോഗോ വേണമെന്ന്. ഫ്യൂച്ചറിസ്റ്റിക് ഇതൊരുപക്ഷെ അതിൻ്റെ ശരിക്കുമുള്ള അർത്ഥം എന്താണെന്ന് അവർക്ക് മനസ്സിലായിട്ടാണോ പറയാൻ നമുക്ക് അറിയത്തില്ല. അപ്പം ഈ ഫ്യൂച്ചറിസ്റ്റിക് ലോഗോ എന്ന് പറയുന്നൊരു ലോഗോ ഉണ്ടോ സത്യത്തിൽ? നമുക്ക് ഫ്യൂച്ചറിസ്റ്റിക് ലോഗോ ഒരു കാലത്ത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഫ്യൂച്ചറിലെ ലോഗോസിന് എന്തൊക്കെ മാറ്റങ്ങൾ വരാം എന്നുള്ള ഒരു കാര്യമുണ്ട് അതിനകത്ത്. അതായത് ഭാവി ആസ്പദമാക്കിയിട്ട് നമ്മൾ ലോഗോ ഡിസൈൻ ചെയ്യുക. ഭാവിയിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള ലോഗോ നമ്മൾ ഇന്ന് തന്നെ ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുക. കാരണം പിന്നീട് എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ വലിയൊരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള മാറ്റം നമുക്ക് ലോഗോയിൽ വരുത്താൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ലോഗോയിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതായിരിക്കും എൻ്റെ അർത്ഥം, അല്ലേ? ഒരു പരിധി വരെ. പക്ഷെ നമുക്ക് ഒരുപാട് ഫ്യൂച്ചറിന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഒരു പരിധി വരെ നമുക്ക് ഫ്യൂച്ചർ പ്രൂഫ് ആക്കാൻ ശ്രമിക്കാം. പക്ഷെ നമുക്കറിയില്ല, ഫ്യൂച്ചർ പലപ്പോഴും അൺസർട്ടൈൻ ആണ്. അപ്പം നമുക്ക് 100% പറയാൻ പറ്റില്ല. ടെക്നോളജി എങ്ങനെ മാറും പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ പക്ഷേ കുറച്ചൊന്ന് ചരിത്രത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പണ്ട് കാലത്ത് നമ്മുടെ ലോഗോ യൂസ് ചെയ്യുന്നത് പോസ്റ്റേഴ്സിലോ അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പറിലോ എവിടെയെങ്കിലുമൊക്കെ വളരെ ചെറിയ ഹോർഡിങ്സോ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ലോഗോയിൽ ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ നമുക്കൊരു 2010 ശേഷം സോഷ്യൽ മീഡിയ ഒക്കെ ഒന്ന് ആക്റ്റീവ് ആയതിനു ശേഷം, അല്ലെങ്കിൽ ആൾക്കാർ കൂടുതലായിട്ട് കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ തുടങ്ങുന്നു, മൊബൈൽ യൂസ് ചെയ്യാൻ തുടങ്ങുന്നു, ടെക്നോളജി വളരുന്നു, അപ്പോൾ ലോകം ഒന്ന് ചുരുങ്ങാൻ തുടങ്ങി. അപ്പോൾ അതിനുശേഷം ഈ ലോഗോസിലും വലിയൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് പലരും നിർബന്ധിതരായി. ഇപ്പോൾ ഒരു ചെറിയൊരു ഐക്കൺ നമ്മൾ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഫിറ്റാവുന്ന രീതിയിൽ നമുക്ക് ലോഗോനെ കസ്റ്റമൈസ് ചെയ്യണം. അപ്പം അങ്ങനെയുള്ള കുറേ മാറ്റങ്ങൾ വരാനായിട്ട് തുടങ്ങി. അപ്പം ആൾക്കാർക്ക് പലപ്പോഴും ഒരു ഭയമാണ്, ഭാവിയിൽ ഇതേപോലെ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ കഴിയും, ഒരു അഡാപ്റ്റീവ് ആയിരിക്കണം എന്നുള്ളത്. അപ്പം നമുക്ക് ഭാവിയിൽ എന്തെല്ലാം കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാം, ഒരു ലോഗോയിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം, നമുക്ക് ഈ ഡൈനാമിക് ആൻഡ് റെസ്പോൺസീവ് ലോഗോസിനെ കുറിച്ച് നമ്മൾ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം നമുക്കറിയാം ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ഈ ലോഗോയുടെ ഇത് മാറും. ഞാൻ മുമ്പൊരു ടോക്കിൽ പറഞ്ഞിട്ടൊരു റീലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഒരു ബ്രാൻഡിൽ 4 തരം ലോഗോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അടിയിൽ വന്നിട്ട് ആൾക്കാരൊക്കെ എന്നെ കുറേ ചീത്ത വിളിച്ചതാണ്. അതായത് ഒരു ബ്രാൻഡിൽ 4 ലോഗോ, ഇവൻ എന്ത് പൊട്ടത്തര പറയുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ബേസിക്കലി ഇത്രേ ഉള്ളൂ, ഒരു ബ്രാൻഡ് ഞാനും ചെയ്തിരുന്നു, എനിക്ക് നല്ല വാക്കാണ് കിട്ടിയത്. അപ്പം സംഭവത്തിലേ ഉള്ളൂ, നമുക്ക് ഒരു ബ്രാൻഡിന് ഒരു ലോഗോ തന്നെ മതി. പക്ഷേ നമുക്ക് സിറ്റുവേഷൻ അനുസരിച്ച് അതിന് മാറ്റങ്ങൾ വരണം. ഇപ്പം നമ്മൾ ഒരു ചെറിയൊരു സീറ്റിൽ പോയിട്ട് നമ്മൾ ഇരിക്കുകയാണ്, വലിയ ഒരു മെത്തയിൽ പോയിരിക്കുകയാണ്. അപ്പം നമ്മൾ അതനുസരിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത്, ഇപ്പോൾ ഒരു തിരക്കുള്ള ബസ് കയറി നമ്മൾ ഇരിക്കുമ്പോൾ ഒന്ന് കൈയൊക്കെ അനക്കുക. അപ്പോൾ അതുപോലെ ഇതും കുറച്ച് ഫ്ലെക്സിബിൾ ആയിരിക്കണം ഈ ലോഗോ. അപ്പം നമുക്കതിനെ റെസ്പോൺസീവ്നെസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഡൈനാമിക് എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ ഗൂഗിളിൻ്റെ ഒക്കെ ലോഗോ നമ്മൾ അറിയാം, നമുക്ക് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് അവർ അതിൽ പുതിയ ഇത് കൊണ്ടുവരുന്നു. അതൊരു ഡൂഡിലായിട്ട് ഒരു സ്പെഷ്യൽ ഇവൻറ്റ്, ഇപ്പോൾ സ്വാതന്ത്ര്യദിനാണെങ്കിൽ അതനുസരിച്ചൊരു ഇത് കൊണ്ടുവരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ കൊണ്ടുവരാൻ പറ്റുന്ന പോസിബിലിറ്റീസ് ഉണ്ടാക്കാവുന്ന ലെവലിലുള്ള ലോഗോസ്. അതായത് ഇപ്പോൾ അവരുടെ തന്നെ മറ്റൊരു ഓപ്ഷൻ പറയുകയാണെങ്കിൽ നമുക്കിപ്പം ഗൂഗിൾ ഹോം എടുക്കുകയാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് 4-5 ഡോട്ടാണ് അതിൻ്റെ, അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ ഒരു വോയിസ് അസിസ്റ്റൻ്റ് ആയിട്ട് വരുന്ന എല്ലാ സ്ഥലത്തും ആ ഡോട്ട്സ് ആണ്. അത് കാണുമ്പോൾ നമുക്കറിയാം അത് ഗൂഗിളാണെന്ന്. ഇനി ആപ്പിലേക്ക് വരുമ്പോൾ ആ G എന്ന് പറഞ്ഞ ലെറ്ററിനെ അവർ മാറ്റിയിട്ടുണ്ട്. ഫുള്ളായിട്ടുള്ള ഗൂഗിളിൻ്റെ ലോഗോ നമുക്കറിയാം.
അപ്പോൾ അത്തരത്തിൽ നമുക്ക് പല സിറ്റുവേഷൻസ് അനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ലോഗോസിനായിരിക്കും ഇനി ഫ്യൂച്ചർ എന്ന് വേണമെങ്കിൽ. ഗൂഗിളിനെ കുറിച്ച് പറഞ്ഞ സമയത്താണ് ലീവൈസ് എന്ന് പറയുന്ന ബ്രാൻഡ്, ചിലവർ ലെവീസ് എന്ന് പറയും, ശരിക്കും ഉച്ചാരണം ലീവൈസ് എന്നാണ്. അപ്പം ലീവൈസ് എന്ന് പറയുന്ന ബ്രാൻഡ് ഞാൻ കണ്ടിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുള്ളതാണ്. അതായത് അവർ ലോഗോനെ കസ്റ്റമേഴ്സിന് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാം. ഇപ്പോൾ ടീഷർട്ടിനകത്ത് നമുക്ക് ലീവൈസിൻ്റെ ലോഗോ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ, അതിൻ്റെ ഫോണ്ട് എല്ലാം അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്തിട്ട് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ കഴിയുന്നൊരു സൗകര്യം. അപ്പം ഇതിനെ നമുക്കൊരു ഡൈനാമിക് ലോഗോ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം അല്ലേ? റൈറ്റ്. അപ്പം ഇത്തരത്തിൽ പക്ഷേ എഗെയിൻ നമ്മുടെ ഒരു നാട്ടിലൊരു കോൺസെപ്റ്റ് അനുസരിച്ചിട്ട് ഈ ഡൈനാമിക് ലോഗോ എന്ന് അപ്പം ആൾക്കാർക്ക് ഇഷ്ടമുള്ള പോലെ ലോഗോനെ വരച്ചുണ്ടാക്കി കൂടെ എന്നുള്ളൊരു ചിന്ത വരും. അതിനൊരു ലോഗോ എന്ന് പറയുമ്പോൾ ഒരു ഐഡൻറ്റിറ്റി ആണല്ലോ, എല്ലാവരുടെയും സെയിം ഐഡന്റിറ്റി യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ നേരെ ഒരു കോൺട്രാഡിക്ടറി അല്ലേ ഈ ഒരു നമ്മൾ ഐഡന്റിറ്റി നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ചില ഒക്കേഷൻസിൽ മാത്രമേ ഈ പല ഡൈനാമിക് ലെവലിലേക്ക് വരുന്നുള്ളൂ. ഇപ്പം നമ്മൾ ഏഷ്യാനെറ്റിൻ്റെ ഒക്കെ ലോഗോ നമുക്കറിയാം, പണ്ട് തൊട്ടേ അവർ ഈ വിഷുവിന് കുറേ പൂവെന്ന് വീഴും. അത്ര പെർഫെക്റ്റ് ഒന്നും ഞാൻ പറഞ്ഞില്ല, പക്ഷേ അത്തരത്തിൽ നമുക്ക് സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ഐഡന്റിറ്റി മാറ്റം വരാണ്ട്. ഇപ്പോൾ ഗൂഗിളിൻ്റെ ലോഗോ എങ്ങനെ അവർ മാറ്റം വരുത്തി കഴിഞ്ഞാലും അതിൻ്റെ ഐഡന്റിറ്റി കാണുമ്പോൾ നമുക്കറിയാം അത് ഗൂഗിളിൻ്റെതാണെന്ന്. അപ്പൊ അത്തരം ചില കാര്യങ്ങൾ ഫിക്സ് ചെയ്തുകൊണ്ട് അഗൈൻ ഇത് നമുക്ക് സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ആ ബ്രാൻഡിങ് എന്നുള്ള ആസ്പെക്ട് തന്നെ ഒരു ഡൈനാമിക് ലെവലിലേക്ക് മാറും. നമുക്കൊരു ഐഡന്റിറ്റി വേണം, പക്ഷേ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ചെറിയ ചില മാറ്റങ്ങൾ അതിൽ വന്നു കഴിഞ്ഞാലും ആൾക്കാർ മനസ്സിലാവണം. അതുപോലെ തന്നെ പേഴ്സണലൈസ്, ഞാനിപ്പോൾ ലെവൈസിൻ്റെ പറഞ്ഞത് അത് ശരിക്കും പേഴ്സണലൈസ്ഡ് ലോഗോ ആണ്. ഇൻഡിവിജ്വൽ യൂസേഴ്സിനനുസരിച്ചിട്ട് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ കസ്റ്റമൈസ് ചെയ്യാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ഈ അഡാപ്റ്റീവ് ലോഗോ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ അഡാപ്റ്റീവ് ലോഗോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം സംഭവം തന്നെയല്ലേ? അത് സെയിം സംഭവം തന്നെയാണ്, പക്ഷെ നമുക്ക് കുറച്ചും കൂടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിച്ചാൽ ഇപ്പോൾ AI ഒക്കെ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് വരികയാണ്. അപ്പം നമ്മളൊരു പ്ലാറ്റ്ഫോമിൽ കയറുന്നു, എന്നിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പം നമ്മുടെ ടേസ്റ്റും ഇൻട്രസ്റ്റും അനുസരിച്ച് ആ ലോഗോയിൽ ഒരു മാറ്റം വരിക എന്ന് വിചാരിച്ചോ. നമുക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടൊരു ലോഗോ വരികയാണ്. ഞാൻ ബ്ലാക്ക് കളർ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പം ഞാൻ ഒരു പ്ലാറ്റ്ഫോമിൽ കയറുന്നു, അപ്പോൾ അതിൽ വരുന്ന ലോഗോ ചിലപ്പോൾ ബ്ലാക്ക് ആയിരിക്കും. അതിൽ എനിക്ക് എൻ്റെ ടേസ്റ്റ് അനുസരിച്ചുള്ള എന്തെങ്കിലും ഒരു ഐക്കണോ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറോടെ വരുന്നു. അപ്പോൾ അത്തരം കാര്യം ഇത് വരുന്നു. നമ്മൾ മുമ്പ് വെബ്സൈറ്റിനെ കുറിച്ച് പറഞ്ഞതുപോലെ ഓരോ ആൾക്കാരുടെ ഇൻട്രസ്റ്റിന് അനുസരിച്ചിട്ടുള്ള രീതിയിലുള്ള വെബ്സൈറ്റ് ഡിസ്പ്ലേ ആവുന്നത് പോലെ, അവരുടെ പേഴ്സണാലിറ്റി അനുസരിച്ചൊക്കെ വരുന്ന പോലെ ഇത് ഫ്യൂച്ചറിസ്റ്റിക് ആണ്. നമുക്ക് നമ്മൾ ഒരുപാട് ആർട്ടിക്കിൾസ് ഒക്കെ വായിച്ചപ്പോൾ അതിലൊക്കെ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, നമ്മുടെ ഒപ്പീനിയൻ കൂടി ചേർത്തിട്ട്. അപ്പോൾ അതിനകത്ത് കണ്ടൊരു കാര്യം ഇതാണ്, ഇത്തരത്തിൽ ആൾക്കാരുടെ ഒരു ടേസ്റ്റും അവരുടെ ഇൻട്രസ്റ്റും അവർ ചെയ്യുന്ന ആക്ടിവിറ്റിയും ഒക്കെ അനുസരിച്ച് ആ ലോഗോയിൽ മാറ്റങ്ങളും ആനിമേഷൻസും ഒക്കെ വരും എന്നുള്ള കാര്യങ്ങൾ. അത് ആനിമേറ്റഡ് ലോഗോസും വലിയൊരു ഫ്യൂച്ചറിലേക്ക് കാണുന്നുണ്ട് ആൾക്കാർ. യെസ്. അതുപോലെ തന്നെ ഈ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി, വിർച്വൽ റിയാലിറ്റി, അതിൻ്റെ ഒരു കാലം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും അത് വലിയ രീതിയിൽ നമ്മുടെ ഈവൻ സാധാരണക്കാരൻ്റെ ജീവിതത്തെ പോലും സ്വാധീനിക്കാൻ ശേഷിയുള്ളതായി മാറുന്നുണ്ട്. ഈവൻ നമുക്കറിയാം ഇന്നൊരു ഫർണിച്ചർ ഷോപ്പിലാണെന്നുണ്ടെങ്കിലും AR യൂസ് ചെയ്തിട്ട് പല ഷോപ്സും അവർ ചെയ്യുന്നുണ്ട്. ഈവൻ മിന്ത്രയാണെന്നുണ്ടെങ്കിലും ആമസോണിലും എനിക്കുണ്ടെന്ന് തോന്നുന്നു അല്ലേ, നമ്മൾ പ്രൊഡക്റ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ റൂമിൽ എങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത് കാണിക്കുന്നത്. അപ്പം ഇത് ARഉം VRഉം ഡെഫിനറ്റ്ലി ബിസിനസ്സിനകത്ത് അവരുടെ കോർ സാധനത്തിലേക്ക് വൈകാതെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ലോഗോയിലും അത് വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തുന്നുണ്ടാവും. അപ്പോൾ ലോഗോയിൽ ഏത് രീതിയിലായിരിക്കും സ്വാധീനം ചെലുത്തുന്നത്? അതെ, എനിക്ക് തോന്നുന്നു ഈ ലെൻസ് കാർട്ടാണ് നമ്മളൊക്കെ ആദ്യമായിട്ട് ഈ കാര്യം ഭയങ്കര സ്മൂത്തായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് നമ്മളൊക്കെ ഞെട്ടിച്ചൊരു ബ്രാൻഡാണ്. ഒരു ആപ്പിൽ നമുക്ക് കണ്ണാടി വെക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നോക്കാൻ. അപ്പം ഈ ആപ്പിളിന്റെ വിഷൻ പ്രോ വന്നോടുകൂടി ഇനിയിപ്പോൾ എല്ലാ കമ്പനികളും അതുപോലുള്ള ഇത് ഇറക്കാൻ നിൽക്കുകയാണ്. അല്ലെങ്കിൽ കുറച്ച് ഒരു ഗ്ലാസിനകത്തേക്ക് തന്നെ ഓഗ്മെന്റഡ് റിയാലിറ്റി വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പണ്ടത്തെ മൊബൈൽ ഫോണ് വരുന്ന സമയത്ത് ഡെഫിനറ്റ്ലി അതിന്റെ റേറ്റ് കൂടുതലായിരുന്നു. ഗ്രാജുവലി കോമ്പറ്റീറ്റേഴ്സ് വന്നപ്പോൾ റേറ്റ് കുറഞ്ഞ് പോയി. അപ്പോൾ അതിൻ്റെ അതേപോലെ ഒരു യാത്ര ഇതിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അല്ലേ വിഷൻ പ്രോയ്ക്ക്? ഇപ്പൊ എനിക്ക് തോന്നുന്നു ആപ്പിള് 1.5 ലക്ഷം അല്ലെ, എനിക്ക് 4 ലക്ഷം മറ്റാന്ന് തോന്നുന്നു. 4 ലക്ഷം. അപ്പം ആ എമൗണ്ടിന് ഇറക്കുമ്പോൾ ഷവോമി ഒക്കെ എന്തായാലും അപ്പൊ അതിന്റെ പല റേഞ്ചിലുള്ള സാധനം ഉണ്ടാവും. ബട്ട് അൾട്ടിമേറ്റ്ലി ഈ പറഞ്ഞ മെറ്റാവേഴ്സ് ഒക്കെ പോലുള്ള സാധനങ്ങൾ വന്ന് ആ ഒരു ഹൈപ്പ് പോലെ വന്നൊരു ഹൈപ്പാണിത്. അപ്പം അതിന്റെ ആപ്ലിക്കേഷൻസ് നമുക്ക് കണ്ടപ്പോൾ നമുക്ക് വളരെ അത്ഭുതം തോന്നി. കാര്യം നമുക്കൊരു പുതിയൊരു മോണിറ്ററിന്റെ ഒന്നും ആവശ്യമില്ല, അല്ലെങ്കിൽ ഷോപ്പിൽ നമ്മുടെ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് തന്നെ ചിലപ്പോൾ മാറിയേക്കാം. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഈ ലോഗോസും അതനുസരിച്ച് അഡോപ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഈ 3D ലെവലിലേക്ക് നമ്മുടെ ലോഗോസ് വരാൻ സാധ്യതയുണ്ട്. കാരണം 3D പണ്ട് 3D ഒരു കാലത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു, പിന്നെ അത് പോയി ഭയങ്കര ഫ്ലാറ്റ് ലോഗോസിലേക്ക് വന്നു. അപ്പോൾ വീണ്ടും 3D വരും എന്നുള്ളൊരു സ്റ്റഡീസൊക്കെ
കണ്ടിട്ടുണ്ട്. നമ്മളിങ്ങനെ പിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഗ്ലാസ് വെച്ചിട്ട് ഇങ്ങനെ പിൻ ചെയ്ത് നമ്മൾ അകത്തേക്ക് പോകുന്ന സമയത്ത് ആ ലോഗോയും അതേപോലെ നമുക്ക് എല്ലാ ഡയമെൻഷൻസും കാണാൻ കഴിയുന്ന രീതിയിൽ കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇന്ററാക്റ്റീവ് ആയിരിക്കും ആ ലോഗോ. ഇപ്പം നമ്മൾ ഈ സിറിയുടെ ലോഗോ കണ്ടിട്ടില്ലേ, വോയിസ് അസിസ്റ്റന്റ്, നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അത് ഇങ്ങനെ ഒരു മോഷൻ കാണിക്കുന്നുണ്ട് നമ്മുടെ സംസാരത്തിന്റെ. അപ്പോൾ അതുപോലെ ഈ ലോഗോസും ചിലപ്പോൾ അതനുസരിച്ച് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നില്ല, ചിലപ്പോൾ ടച്ച് ആയിരിക്കാം, നമ്മളെ വോയിസ് ഇന്ററാക്ഷൻ ആയിരിക്കാം, എങ്ങനെയെങ്കിലും അതനുസരിച്ച് ഈ ലോഗോ തന്നെ ഒരു റെസ്പോൺസീവ് ആയിട്ടൊക്കെ മാറുന്ന ലെവലിലേക്ക് വരാനുള്ള സാധ്യതയും കുറേ ആൾക്കാർ പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. യെസ്. അതുപോലെ തന്നെ ജീവൻ, ഈ മിനിമലിസം എന്ന് പറയുന്നത് നമ്മുടെ പണ്ട് മുതലേ ഉള്ള എല്ലാ വീഡിയോസിലും പറയുന്ന ഒരു കാര്യമാണ്. മിനിമലിസ്റ്റ് ആയിരിക്കണം ലോഗോ എന്ന് പറയുന്നത്. പക്ഷേ അതല്ലാതെയുള്ള ലോഗോസും ഇന്ന് മാർക്കറ്റിൽ വരുന്നുണ്ട്. ഡിപ്പെൻസ്, നമ്മുടെ ബ്രാൻഡിൻ്റെ ഒരു സ്വഭാവത്തിനനുസരിച്ച് നമുക്ക് അതിൽ മാറ്റം വരുത്തുന്നുണ്ട്. പക്ഷേ ഈ മിനിമലിസത്തിലേക്ക് കൂടുതൽ നമ്മൾ പോകുന്നുണ്ട് ലോകം. അപ്പോൾ മിനിമലായിട്ടുള്ള ലോഗോസിന് വലിയൊരു ഇമ്പോർട്ടൻസ് വരുന്നുണ്ട് ഇന്നത്തെ കാലത്ത്. അപ്പോൾ ഭാവി എങ്ങനെയായിരിക്കും ഈ മിനിമൽ ലോഗോസിൻ്റെ കാര്യത്തിൽ? അതിൽ ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. കാരണം ഈ മിനിമൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഓഗ്മെന്റഡ് റിയാലിറ്റി ഒക്കെ വരുന്ന സമയത്ത് അവിടെ ഈ മിനിമലിസം കൊണ്ടുവരിക എന്നുള്ളതൊരു ചടങ്ങാണ്. കാര്യം ഈ പറഞ്ഞ ഇന്ററാക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഈ മിനിമൽ ലോഗോയിൽ നിന്നുകൊണ്ട് ഇത് ചെയ്യണം. അപ്പോൾ അത് ഒരു വലിയൊരു ചലഞ്ചായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു മിനിമലിസം അവിടെ എന്തായാലും ഉണ്ടാവും. പക്ഷേ ഓഗ്മെന്റഡ് റിയാലിറ്റി ഒക്കെ വരുന്ന സമയത്ത് അത് എത്രത്തോളം സ്യൂട്ടബിൾ ആയിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വലിയൊരു ചോദ്യമാണ്. അത് കാത്തിരുന്ന് കാണേണ്ട ഒരു സംഭവം തന്നെയാണ്. അതുപോലെ തന്നെ അബ്സ്ട്രാക്ട് ലോഗോസിൻ്റെ കാര്യത്തിൽ നേരിട്ട് കാണുന്ന സമയത്ത് പ്രത്യേകിച്ച് നമുക്ക് മീനിങ് തോന്നത്തില്ല. ഇപ്പോൾ പെപ്സി എന്ന് പറയുന്നതിന് ഒരു അബ്സ്ട്രാക്ട് ലോഗോ, അതിനകത്ത് മീനിങ് ഉണ്ടാവാം. അതുപോലെ തന്നെ അഡിഡാസിൻ്റെ അബ്സ്ട്രാക്ട് ലോഗോസാണ്. അപ്പോൾ അത്തരത്തിൽ അബ്സ്ട്രാക്ട് ലോഗോസിനും ഉള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇത് ഏതെങ്കിലും ഒരു കൾച്ചറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാട്ടിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, അവിടുത്തെ ഷേപ്പ് എടുത്തിട്ട് ചെയ്യുന്നതല്ല. ഇപ്പോൾ നമ്മൾ കേരളം എന്ന് പറയുന്ന സമയത്ത് തെങ്ങ് എന്ന് പറയുന്ന പോലെ ഇത് അങ്ങനെ ഒരു ഏതെങ്കിലും ഒരു സ്പെസിഫിക് ലൊക്കേഷൻ സ്പെസിഫൈ ചെയ്യാത്തതുകൊണ്ട് തന്നെ ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് കിടക്കുന്ന സമയത്ത് അബ്സ്ട്രാക്ട് ലോഗോസിനുള്ള സാധ്യതയും വളരെ വലിയ രീതിയിൽ കൂടുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഡെഫിനറ്റ്ലി നമ്മുടെ നാട്ടിൽ വലിയ രീതിയിലൊരു മൂവ്മെൻറ്റ് ഇനിയുള്ള കാലത്ത് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും എക്കോ ഫ്രണ്ട്ലി എന്ന് പറയുന്നൊരു ഇതാണ്. ആപ്പിൾ അതിൻ്റെ ഇനിഷ്യേറ്റീവ് എടുത്തു കഴിഞ്ഞു. പല ബ്രാൻഡുകളും ആമസോൺ ഇന്ന് ചെയ്യുന്നുണ്ട്, അവരുടെ പാക്കേജിങ്ങിൻ്റെ സൈസ് കുറച്ചിട്ടുണ്ട്. അപ്പം ഇത്തരത്തിൽ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലൊരു എക്കോ ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ ബിസിനസ്സുകൾ മൂവ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു മെസ്സേജ് പബ്ലിക്കിലേക്ക് കൊടുക്കുന്ന സമയത്ത് അത് ലോഗോയിലും റിഫ്ലക്ട് ചെയ്യാനായിട്ടുള്ളൊരു സാധ്യതയില്ലേ? തീർച്ചയായിട്ടും. കാരണം ഈ സസ്റ്റൈനബിലിറ്റി നമുക്ക് പറയാം. അപ്പോൾ ആ സംഭവത്തിന് ആപ്പിളിൻ്റെ ഒക്കെ എനിക്ക് കഴിഞ്ഞതോ അതിന് മുമ്പത്തെ കീനോട്ട് സ്പീച്ചിൽ ഒരു 5 മിനിറ്റ് ആഡും ഒരു 10-15 മിനിറ്റ് ഇതിനെക്കുറിച്ച് മാത്രം അവർ സംസാരിച്ചു. അപ്പോൾ അങ്ങനെയുള്ള ബ്രാൻഡുകളൊക്കെ അതിൽ ഫോക്കസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ആൾക്കാർക്ക് അതിനൊരു പ്രയോറിറ്റി ഇപ്പോൾ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പം എസ്പെഷ്യലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരും ഒക്കെ അത് വലിയ രീതിയിൽ ഒരു പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സസ്റ്റൈനബിലിറ്റി ലോഗോയിലേക്കും വരുമെന്നാണ് ചില ആർട്ടിക്കിൾസിൽ കണ്ടത്. അത് ഏത് രീതിയിൽ വരും എന്നുള്ളത് വളരെ സ്പെസിഫിക് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നിയത് ഇപ്പോൾ ഫിസിക്കലായിട്ട് നമ്മൾ ഈ ബോർഡ്സ് ഒക്കെ വെക്കുന്ന സമയത്ത് അത് ഈ പറഞ്ഞ സസ്റ്റൈനബിൾ മെറ്റീരിയൽസ് വെച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, അല്ലെങ്കിൽ അത് കാണുമ്പോൾ സസ്റ്റൈനബിൾ ആണെന്ന് ഇപ്പോൾ ആപ്പിളിൻ്റെ ഈ ഇത്തരം മിഷൻസ് ചെയ്യുന്ന സമയത്ത് ആപ്പിളിൻ്റെ എനിക്ക് തോന്നുന്നു ആ ലോഗോയിൽ ഒരു പച്ച കളറൊക്കെ വരും. ഒരു അതിന്റെ ലൈൻസ് ഒക്കെ ഒരു പച്ചയൊക്കെ വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് ജീവൻ ഈ ലോഗോ വഴി ആൾക്കാരിലേക്ക് ഈ എക്കോ ഫ്രണ്ട്ലിയുടെ അല്ലെങ്കിൽ സസ്റ്റൈനബിലിറ്റി മെസ്സേജ് കൺവേ ചെയ്യാനായിട്ട് ഒരു വിഷയം നോക്കുന്നുണ്ടാവാം അല്ലേ? അതിനകത്ത് ഈ ഇപ്പോൾ ഒരു ആമസോൺ ആണെന്നുണ്ടെങ്കിൽ അതിൽ ഗ്രീൻ കളർ കൂടുതൽ കൊണ്ടുവരിക, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ലീഫി ആയിട്ടുള്ള സാധനം കൊണ്ടുവരിക. അത്തരത്തിൽ അതിനെ ഒരു പക്ഷേ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുള്ള ഡൈനാമിക് അല്ലെങ്കിൽ അഡാപ്റ്റീവ് ലോഗോൻ്റെ ഒരു ഭാഗമായിട്ട് ഇതും വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. യെസ്, ഞാൻ ഈ ആപ്പിളിൻ്റെ ഇത് സെർച്ച് ചെയ്യുന്നു. അപ്പം ഇവരുടെ കാർബൺ ന്യൂട്രലിനൊരു ലോഗോ ഉണ്ട്. ഒരു പൂ പോലൊരു ഷേപ്പാണ്, അതിൽ പച്ച കളറുള്ള ഒരു ഷേപ്പ്. പിന്നെ അതുപോലെ ആപ്പിളിൻ്റെ മുകളിലത്തെ ഇലയുണ്ടല്ലോ അത് മാത്രം പച്ചയാക്കുക, അതിൻ്റെ താഴെ ഒരു കൈ കൊണ്ട് വരച്ച പോലത്തെ ഒരു എർത്തും ഹാൻഡ് റിട്ടേൺ ആയിട്ടുള്ള ടൈപ്പ്. അതെ, അപ്പം അത്തരം ഒരു അപ്രോച്ച്, ആ ഒരു ഹ്യൂമൻ ടച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ അല്ലേ? ഹ്യൂമൻ ടച്ച്, അതുകൊണ്ടാണ് കൈ കൊണ്ട് വരച്ച. അപ്പം അതിലേക്ക് തന്നെ നമുക്ക് വരാം. ഹാൻഡ് മെയ്ഡ് ലോഗോസ്. ഈ ഹാൻഡ് മെയ്ഡ് ലോഗോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഹാൻഡ് മെയ്ഡ് അല്ലേ നമുക്ക് ചോദിക്കാം, എല്ലാം നമ്മൾ ഇരുന്ന് ഡിസൈനർ വരയ്ക്കുന്നതല്ലേ. പക്ഷേ ആ ഒരു ഹാൻഡി ടച്ച് അല്ലെ, വരച്ച ഒരു ഷേപ്പിൽ വരുന്നത്. ഇഷ യോഗ സെന്ററൊക്കെ യോഗ അങ്ങനെയാണോ, ലോഗോ അങ്ങനെയാണ് തോന്നുന്നു വരുന്നത്. ഒരു മനുഷ്യത്വം കൊടുക്കുക അതിനകത്ത്. മനുഷ്യത്വം എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റി, അതായത് AI ഇങ്ങനെ ഹ്യൂമൻ ടച്ച് സമയത്ത് ആ ഹ്യൂമൻ ടച്ചിനാണ് അവിടെ ഇനി വാല്യൂ ഉണ്ടാവുക. യെസ്, അതായിരിക്കും റെയറായിട്ട് കാണാൻ സാധിക്കുന്നത് ഇനിയുള്ള കാലത്ത്.
എനിക്കിപ്പോൾ പല കസ്റ്റമർ കെയറിലും സംസാരിക്കാൻ എനിക്ക് മടിയാണ്. കാര്യം ആദ്യം തന്നെ ഒരു ചാറ്റ് ബോട്ട് വന്നിട്ട് അതിനോടുള്ള കഥ പറ്റ പറയണം. അവസാനം അതിന്റെ കാല് പിടിച്ചാൽ മാത്രമേ നമുക്കൊരു മനുഷ്യനോട് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് എനിക്ക് ഭയങ്കര കാരണം മറ്റന്നാൾ നമ്മൾ നേരിട്ട് ആളോട് കാര്യം പറഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഇത് ഓപ്ഷൻസ് ഒക്കെ ക്ലിക്ക് ചെയ്ത് ഇതിനെ മനസ്സിലാക്കിയെടുത്ത് അപ്പൊ ഓട്ടോമാറ്റിക്കലി ചില സ്ഥലത്ത് മാക്സിമം നമ്മളെ അതിലേക്ക് ഹ്യൂമനിലെ കണക്ട് ചെയ്യാൻ നിൽക്കാണ്ട് കുറെ സജഷൻസും ആർട്ടിക്കിൾസ് വായിച്ചു നോക്കണം പറഞ്ഞു കൊടുത്തു തരും. അതെ അതെ അതെ. അപ്പം അത് എനിക്ക് അത്ര ഒരു സുഖമായിട്ട് തോന്നിയിട്ടില്ല. അത് മനുഷ്യൻ്റെ സംസാരത്തിനും മനുഷ്യൻ്റെ സാന്നിധ്യത്തിനും വലിയ വില കൊടുക്കേണ്ട ഒരു കാലമായിരിക്കും ഇനി വരാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മനുഷ്യൻ്റെ ടച്ച് കൊടുക്കുന്ന അല്ലെങ്കിൽ മനുഷ്യൻ ടച്ച് ചെയ്തിട്ടുള്ള കൈൻഡ് ഓഫ് ലോഗോസിനും ഹാൻഡ് റിട്ടൺ കൈൻഡ് ഓഫ് ലോഗോസിനും ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള പല സംഭവങ്ങൾക്കും വലിയ രീതിയിലുള്ള ഒരു ഇമ്പോർട്ടൻസ് ഇനിയുള്ള കാലത്ത് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ജീവൻ ഈ ഹൈപ്പർ ലെറ്റർ ടൈപ്പ് എന്ന് പറയും. അതായത് ഏതെങ്കിലും ഒരു അക്ഷരം വെച്ചിട്ട് ഇപ്പോൾ എയർബിഎൻബിയുടെ എ മാത്രം പ്രത്യേക ഷേപ്പിൽ എഴുതിയിട്ടുള്ള പരിപാടി. ശരിക്കും അത് പണ്ടത്തെ ഒരു രീതിയാണ് നമുക്ക് ഏതെങ്കിലും ഒരു അക്ഷരത്തെ മാത്രം ഹൈലൈറ്റ് ചെയ്തിട്ട് ചെയ്യുന്നത്. അതിന് നമുക്ക് വളരെ ഈസി ആയിട്ട് പറയാൻ കഴിയുന്ന എക്സാമ്പിൾ മലബാർ ഗോൾഡിൻ്റെ എം. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ലോഗോയ്ക്കുള്ളൊരു പ്രാധാന്യം എത്രത്തോളം ഉണ്ട്? ഞാനൊരു ആർട്ടിക്കിൾ കണ്ടത് അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് വരും എന്നുള്ളതാണ്. അതായത് ഇത്തരത്തിലുള്ള ലെറ്റേഴ്സ് പക്ഷെ പ്യുവർ ലെറ്റർ ആയിരിക്കില്ല. എയർബിഎൻബി ഒക്കെ പോലെ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്തിട്ട് അവരുടെ ഒരു യുണീക്ക് ലെറ്റർ ആയിരിക്കും. 1. 2 നമ്മുടെ റീസെന്റ് നമ്മളെ ഫാൻറ്റം കളർ ഓഫ് ദി ഇയർ ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പം ആ ബ്രൈറ്റ് കളേഴ്സ് ഒക്കെ വരുന്ന രീതിയിൽ അല്ലെങ്കിൽ ഓവർലാപ്പിംഗ് എലമെന്റ്സ് ഒക്കെ ഉള്ള രീതിയിൽ വരുന്ന ലോഗോസിന് വലിയൊരു അതായത് ലെജിബിലിറ്റി കൂടുതലുള്ള ലെവലിൽ എസ്പെഷ്യലി പറഞ്ഞ ലോക്ക്ബാൻഡ് റിയാലിറ്റിയിലൊക്കെ വരുന്ന സമയത്ത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് കാണുന്ന ലെവലിലേക്ക് വരുമെന്നാണ് ആർട്ടിക്കിൾസ് പറയുന്നത്. പക്ഷെ പേഴ്സണലി എനിക്കതിനോട് വലിയ യോജിപ്പില്ല. അപ്പം ഇത്രയൊക്കെയാണ്. നമുക്ക് ഭാവിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരാൻ പോകുന്നു അറിയത്തില്ല. പക്ഷേ എല്ലാവരുടെയും ഫിറ്റ് ആവുന്ന കൈൻഡ് ഓഫ് ലോഗോ അല്ലെങ്കിൽ അതിനെ യോജിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരാൻ കഴിയുന്ന ലോഗോ ടൈപ്പ് ആണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇപ്പോൾ ലോഗോ ചെയ്യുന്നതോട് നമുക്ക് പറയാൻ കഴിയുന്ന ഇത്രയേ ഉള്ളൂ. അതായത് ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ട് ഭാവിയിൽ വരുന്ന മാറ്റങ്ങൾ അഡാപ്റ്റ് ചെയ്യാൻ പാകത്തിനുള്ള കൈൻഡ് ഓഫ് ലോഗോ ചെയ്യാനായിട്ട് നോക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ആൾസോ മാർക്കറ്റിൽ എപ്പോഴും സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് ലോഗോൻ്റെ ഭംഗിയൊന്നും അല്ല വിഷയമായിട്ട് വരുന്നത്. നമുക്ക് മാർക്കറ്റിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കാനായിട്ട് കഴിയണം. ഭംഗി കൂടുതലുള്ള ലോഗോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എവിടെയൊക്കെയോ നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള സാധനങ്ങളാണ്. അതിലെ ആൾക്കാർ ഭംഗി കാണത്തുള്ളൂ. പുതിയൊരു സാധനം കൊണ്ടുവന്ന് അതിൽ ആൾക്കാർ ഭംഗി കാണില്ല. അപ്പോൾ പിന്നെ ഈ പറഞ്ഞ ഈ ലോഗോ ആണ് ബ്രാൻഡിങ് എന്ന് ലെവലിലേക്ക് ചിന്തിക്കരുത്. അത് വേറൊരു സൈഡാണത്. അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണെന്ന ലെവലിൽ ആലോചിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ സംഭവം മൊത്തം കേൾക്കാൻ വേണ്ടിയിട്ട്. അതിന് ഒരിക്കലും ഒരു ലോഗോ കണ്ടുകൊണ്ട് ആൾക്കാർ പ്രൊഡക്റ്റ് എടുക്കത്തില്ല. അതതിൻ്റെ ചെറിയൊരു ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ പല പർപ്പസ് ഉണ്ട് ലോഗോന്. അപ്പോൾ അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല, കാരണം അത് നമ്മൾ മുമ്പ് ഒരുപാട് വിശദമായിട്ട് പറഞ്ഞതുകൊണ്ട് തന്നെ. അപ്പം ഫ്യൂച്ചറിസ്റ്റിക് ലോഗോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് അല്ലേ? യെസ്. സോ ദാറ്റ്സ് ഇറ്റ്.